ഹായ് ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ് സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസിൽ അതിപ്പോൾ കമ്പ്യൂട്ടർ ആവട്ടെ, IP ഫോൺ ആവട്ടെ, അതേപോലെ തന്നെ PC ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, അങ്ങനെ പ്രിൻ്റർ ആവട്ടെ, നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന പ്രിൻ്റർ ആവട്ടെ, എന്തായാലും എല്ലാ ഡിവൈസുകൾക്കും ഒരു പോർട്ട് ഉണ്ടായിരിക്കും. ആ പോർട്ടിന് പറയുന്ന പേര് NIC പോർട്ട് എന്നുള്ളതാണ്. അത് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യണമെങ്കിലാണ് നമുക്ക് NIC പോർട്ടിൻ്റെ ആവശ്യം. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വൈഫൈ കാർഡാണ്, വൈഫൈയുടെ സിഗ്നലിനെ റിസീവ് ചെയ്യാവുന്ന ആൻറ്റിനയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ലാപ്ടോപ്പുകൾക്കൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വൈഫൈ വരും. നമ്മുടെ ഡെസ്ക് ടോപ്പുകൾക്കൊക്കെ ആണെങ്കിൽ പുതിയ ടൈപ്പ് ഗെയിമിംഗ് PC ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് വൈഫൈ ഉണ്ടാകും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USB വൈഫൈ അഡാപ്റ്റർ മേടിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് വൈഫൈ ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ കാര്യമല്ല, വയേർഡായിട്ട് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ NIC പോർട്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ഈ ഒരു പോർട്ടിന് സ്പീഡുണ്ട്. സ്പീഡ് എന്താണ്? സ്പീഡ് നമുക്കിപ്പോൾ ഒരു രണ്ട് പീസുകൾ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാറ്റ അയക്കുമ്പോൾ അതിനൊരു സ്പീഡ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു മൊബൈലിൽ നിന്ന് വേറൊരു മൊബൈലിലോട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ട്രാൻസ്ഫർ ആവുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്പീഡ് അറിയാൻ പറ്റും അല്ലേ? ഇത്ര MB/s എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ഉണ്ടാവും. ഇതേപോലെ നമ്മൾ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിനൊരു സ്പീഡ് ഉണ്ടാവും. ആ ഒരു സ്പീഡ് നമ്മുടെ NIC പോർട്ടിൻ്റെ സ്പീഡിനെ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമ്മുടെ NIC പോർട്ടിൻ്റെ സ്പീഡ് മാത്രമല്ല നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡിനെ ബാധിക്കുന്നത്, പക്ഷേ NIC പോർട്ടിൻ്റെ സ്പീഡും അതിലൊരു ഘടകമാണ്. നമുക്ക് എത്ര MB വെച്ചിട്ടാണ് ഡാറ്റ അയക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നതും ഈ ഒരു NIC പോർട്ടിൻ്റെ സ്പീഡിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ 3 ടൈപ്പുള്ള NIC ആണ് ഉള്ളത്. ഒന്ന് ഫാസ്റ്റ് ഇഥർനെറ്റ്, രണ്ടാമത് ജിഗാബിറ്റ് എഥർനെറ്റ്, മൂന്നാമത്തത് മൾട്ടി ജിഗാബിറ്റ് എഥർനെറ്റ് എന്ന് പറയും. ഇതിൽ ഈ ഫാസ്റ്റ് എഥർനെറ്റിന് മുമ്പ് വെറും എഥർനെറ്റ് പോർട്ടുകൾ, അത് ഷേപ്പിലൊന്നും വ്യത്യാസമില്ല, എല്ലാം NIC പോർട്ടിനെല്ലാം ഒരേ വലിപ്പം തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ പേര്, സ്പീഡിലൊക്കെ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡിൽ വ്യത്യാസമുണ്ട്. ഫാസ്റ്റ് എഥർനെറ്റ് അതിന് മുമ്പ് ഇറങ്ങിയത് എഥർനെറ്റ് ആയിരുന്നു. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 MB/s ആയിരുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അത് വരുന്നില്ല. അത് ഇപ്പം ഇറങ്ങുന്ന ലാപ്ടോപ്പുകളായാലും ഡെസ്ക് ടോപ്പുകളായാലും മറ്റെന്ത് നെറ്റ്വർക്കുമായിട്ട് ഡിവൈസ് ചെയ്യുന്ന മറ്റെന്ത് ഡിവൈസുകളായാലും വെറും എഥർനെറ്റ് പോർട്ട് വരാറില്ല. അതിൻ്റെ സ്പീഡ് വെറും 10 MB/s ആയിരുന്നു. ആ എഥർനെറ്റ് പോർട്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഫാസ്റ്റ് എഥർനെറ്റ് വന്നത്. ഫാസ്റ്റ് എഥർനെറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 MB/s ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന സ്പീഡ്. പഴയ ടൈപ്പ് കമ്പ്യൂട്ടറുകൾക്കൊക്കെ ഇപ്പോഴും ഫാസ്റ്റ് എഥർനെറ്റ് പോർട്ടുകളാണുള്ളത്. പഴയ ലാപ്ടോപ്പുകൾ, പഴയ ഡെസ്ക് ടോപ്പുകൾക്കൊക്കെ ഫാസ്റ്റ് എഥർനെറ്റാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ സിസ്റ്റങ്ങൾക്കും ഉള്ളത് ജിഗാബിറ്റ് എഥർനെറ്റ് പോർട്ടുകളാണ്. ജിഗാബിറ്റ് എഥർനെറ്റ് പോർട്ട് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 GB/s ആണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 Gbps ആണ്. അത് മാക്സിമം സ്പീഡാണ്. അതിനുശേഷം പിന്നെ ഇറങ്ങുന്ന പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഗെയിമിംഗ് PCകൾ, ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ, ഹൈ സ്പീഡ് സെർവറുകൾ, അത്തരം ഡിവൈസുകൾക്കൊക്കെ വരുന്നത് മൾട്ടി ജിഗാബിറ്റ് എഥർനെറ്റാണ്. 2.5 GB സ്പീഡ് കിട്ടുന്നുണ്ട്, അതേപോലെ 5 Gbps സ്പീഡ് കിട്ടുന്നുണ്ട്, 10 Gbps സ്പീഡ് കിട്ടുന്ന തരത്തിലുള്ള NIC പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ NIC പോർട്ടുകൾ 3 ടൈപ്പാണുള്ളത്. അത് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് നമ്മുടെ PCയുടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൻ്റെയോ എഥർനെറ്റ് പോർട്ട് ഫാസ്റ്റ് എഥർനെറ്റ് ആണോ, ജിഗാബിറ്റ് എഥർനെറ്റ് ആണോ, മൾട്ടി ജിഗാബിറ്റ് എഥർനെറ്റ് ആണോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ഇരിക്കുന്നത് ഏത് പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഏത് സ്പീഡിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് സ്പീഡുകളായിട്ട് നമ്മുടെ NIC പോർട്ടിനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഇനി NIC പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് വയർലെസ് ആയിട്ടാണ്, അല്ല കണക്ട് ചെയ്യുന്നത് വയേർഡ് ആയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ?
അപ്പോൾ വൈഡായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാത്തത്? ഇപ്പോഴും ഇപ്പോൾ ഇത്രയും ടെക്നോളജിയൊക്കെ വന്നു, ഇപ്പോൾ എല്ലാം മിക്കതും വയർലെസ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ഫോണുകൾ അത് വയർലെസ് ആയിട്ടുണ്ട്, നമ്മുടെ ചാർജറുകൾ വയർലെസ് ആയിട്ടുണ്ട് അല്ലേ? എല്ലാം വയർലെസ്സിലോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ മാത്രം ഇപ്പോഴും സിസ്റ്റങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ എന്തുകൊണ്ടാണ് വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത് എന്നൊരു ഡൗട്ട് നമുക്ക് വരും. അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് റീസൺസ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാനായിട്ട് പോണത്. നമ്മൾ കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പെർഫോമൻസ് കിട്ടും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വൈഫൈ ആണ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ വയർലെസ് ആയിട്ട് എങ്ങനെ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുക? ഒരു ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നൊരു ഡിവൈസ് വെക്കും. ഈ സിസ്റ്റങ്ങളെല്ലാം ഈ ആക്സസ് പോയിൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ആക്സസ് പോയിൻറ്റിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്ന സിഗ്നലുകൾ നമ്മുടെ വൈഫൈ, നമ്മുടെ സിസ്റ്റങ്ങളിലിരിക്കുന്ന ഇൻബിൽഡായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വൈഫൈ കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സിഗ്നലിനെ റിസീവ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലെ വൈഫൈ, നമ്മുടെ വീട്ടിലെ മോഡത്തിലോട്ട് നമ്മുടെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുന്ന പോലെ ഈ ആക്സസ് പോയിന്റിലോട്ട് നമ്മുടെ പി സികളെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു വയർലെസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ വയർലെസ് നെറ്റ്വർക്കിനേക്കാൾ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുതൽ എപ്പോഴും വയേർഡ് നെറ്റ്വർക്കിനായിരിക്കും. കാരണം ഇപ്പോൾ ആ കേബിളിൽ തന്നിട്ടുള്ള സ്പീഡ് 1 GB/s അല്ലെങ്കിൽ 10 GB/s ഒക്കെ ആ ഒരു സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം വരെ അത് സപ്പോർട്ട് ചെയ്യും ആ കേബിൾ. കാരണം എന്താ, വൈഫൈ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ബാധകമാണ്. അതേപോലെ തന്നെ അതിൽ വരുന്ന കാലാവസ്ഥ, അതേപോലെ തന്നെ തടസ്സങ്ങൾ, ചുമരുകൾ, ഇതെല്ലാം ഈ വൈഫൈ സിഗ്നലിനെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ കേബിൾ ആകുമ്പോൾ എന്താണ്, അതൊരു മീഡിയത്തിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മീഡിയത്തിന് ഫാസ്റ്റ് ഉണ്ടാവും, അത് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓഫീസുകളിലും സെർവറുകളിലൊക്കെ നമ്മൾ കേബിൾ ഇപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെയാണ്. ഈ വയേർഡ് നെറ്റ്വർക്ക് ആകുമ്പോൾ നമുക്കത് ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലോട്ട് വേറൊരാൾ അൺഓതറൈസ്ഡ് ആയിട്ട് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, നമുക്കിപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക്, ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ വയേർഡ് നെറ്റ്വർക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ പി സികളിൽ നിന്നുള്ള കേബിൾ എടുത്തിട്ട് ഒരു ഡിവൈസ്, ഇപ്പോൾ നമ്മൾ വയർലെസ്സിൽ ആക്സസ് പോയിന്റ് പറയുന്ന പോലെ ഇതിൽ സ്വിച്ചാണ്, സ്വിച്ചിലോട്ട് നമുക്ക് വിശദമായിട്ട് വരാം. ഈ പി സികളെല്ലാം സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ നെറ്റ്വർക്കിലോട്ട് ഒരാൾക്ക് അറ്റാക്ക് ചെയ്ത് കയറണം, ഒരാൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അയാളുടെ മെഷീനോ കൊണ്ടുവന്ന് എൻ്റെ നെറ്റ്വർക്കുമായിട്ട് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ നെറ്റ്വർക്കിലോട്ട് അയാൾക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വയർലെസ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വയേർഡ് നെറ്റ്വർക്കിന് വളരെയധികം സെക്യൂരിറ്റി കൂടുതലാണ്. വയർലെസ് ആകുമ്പോൾ എന്താണ്, വയർലെസ്സിൻ്റെ സിഗ്നൽ ആ എയറിൽ മൊത്തം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് വൈഫൈ എടുത്തു, ഞാൻ എൻ്റെ വീട്ടിൽ വൈഫൈ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫൈയുടെ സിഗ്നൽ എന്ന് പറയുന്നത് എൻ്റെ വീടിന് ചുറ്റിനും വൈഫൈയുടെ സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ ആ സിഗ്നൽ ഉണ്ടാവുമ്പോൾ ആ സിഗ്നലിൻ്റെ റേഞ്ചിലോട്ട് ഒരാൾ വന്നിട്ട്, അതെൻ്റെ വീടിന് ചുറ്റും എന്ന് പറയുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറത്തോട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ സിഗ്നൽ ഉണ്ടാവും. 25, 30, 40 മീറ്റർ വരെയൊക്കെ അതിൻ്റെ സിഗ്നൽ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് ഒരു വീടിൻ്റെ സൈഡിൽ ഒരാൾ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അയാളുടെ ഡിവൈസ് എൻ്റെ വൈഫൈ നെറ്റ്വർക്ക് ഇരിക്കുന്ന, എൻ്റെ വയർലെസ് നെറ്റ്വർക്ക് ഇരിക്കുന്ന റേഞ്ചിലാണ് വരിക. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അതുകൊണ്ടാണ് വയർലെസ് നെറ്റ്വർക്കിനേക്കാൾ കൂടുതലായിട്ട് വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കാനുള്ള കാരണം സെക്യൂരിറ്റി ഇഷ്യൂ ആണ് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്റ്റേബിൾ കണക്ഷനാണ്. വയേർഡ് നെറ്റ്വർക്കിന് ഒരിക്കലും സിഗ്നൽ ലോസ് സംഭവിക്കില്ല. കാരണം എന്താണ്, ഈ സിഗ്നലുകളെല്ലാം ട്രാവൽ ചെയ്യുന്നത് ഒരു മീഡിയത്തിലൂടെയാണ്, ഒരു വയർ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മുടെ സിഗ്നലിനെ തടസ്സപ്പെടുത്താൻ വേറൊരു ഒബ്ജക്റ്റും വരില്ല. പക്ഷേ വയർലെസ് നെറ്റ്വർക്കിലോട്ട് വന്ന് നോക്കിയേ, വയർലെസ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് ഒരു ചുമരിൻ്റെ അപ്പുറത്താണ് ആക്സസ് പോയിന്റ് ഇരിക്കുന്നത് എങ്കിൽ നമ്മുടെ ഡിവൈസ് ഈ ചുമരിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സിഗ്നൽ ഈ ചുമരിനെ പെനട്രേറ്റ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. അപ്പോൾ അവിടെ സിഗ്നൽ ലോസ് സംഭവിക്കും. അതുപോലെ ഗ്ലാസിൻ്റെ അകത്തൂടെയാണ് സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ സിഗ്നൽ ലോസ് സംഭവിക്കും. വാട്ടറിൻ്റെ ഉള്ളിലൂടെ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ സിഗ്നൽ ലോസ് സംഭവിക്കും. കാലാവസ്ഥ, ഇതിനൊക്കെ നമ്മുടെ സിഗ്നലിനെ ബാധിക്കുന്ന സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റേബിൾ കണക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തിനാണ് നമ്മൾ വയേർഡ് നെറ്റ്വർക്കാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽ ഡ്രോപ്പുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അടുത്തൊരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് റെസ്പോൺസ് ടൈമാണ്, ലോ ലാറ്റൻസി എന്ന് പറയും. ലോ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ ഡിലേ വരുന്നതാണ്.
ലാറ്റൻസി ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്ന വയർലെസ് മൗസും കീബോർഡും ഇത് കൂടുതലായിട്ടും ഗെയിമിംഗ് പർപ്പസുകൾക്കൊന്നും വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്, അതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ വയർലെസ് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം ഗെയിമിൽ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വോയിസ് ആയിരിക്കും നമ്മളിൽ എത്തുന്നത് അല്ലേ. അപ്പോൾ അവിടെ ചെറിയൊരു ഡിലേ വരും. അതേപോലെ തന്നെയാണ് ഇതും. നമ്മുടെ വയർലെസ് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാറ്റൻസി, വയേർഡ് നെറ്റ്വർക്കിന് വളരെ ലാറ്റൻസി എന്താണ്, കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗെയിമിങ്, അതേപോലെ വോയിസ് IP, വീഡിയോ കോൺഫറൻസിങ്, റിയൽ ടൈം സിസ്റ്റങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വയേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വയേർഡിന് ലാറ്റൻസി വളരെ കുറവും വയർലെസ്സിന് എന്താണ് ലാറ്റൻസി വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പോൾ ലോ ലാറ്റൻസി ഫാസ്റ്റ് റെസ്പോൺസ് ടൈം എപ്പോഴും വയേർഡ് നെറ്റ്വർക്കിനായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് നോ ഇൻ്റർഫറൻസ് ആണ്. അത് നമ്മുടെ വൈഫൈ സിഗ്നലിനെ, ഇപ്പോൾ വൈഫൈ സിഗ്നൽ വയർലെസ് ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ മറ്റു സിഗ്നൽ, ഈ സിഗ്നലൊക്കെ എയറിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മൈക്രോവേവ് അല്ല, വയർലെസ് ആയിട്ടാണ് ഈ സിഗ്നലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ വേറെ സിഗ്നലും പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരുപാട് സിഗ്നൽ, ഒരു എയറിൻ്റെ അകത്ത് ഒരുപാട് സിഗ്നൽ വരുമ്പോൾ ഈ സിഗ്നലിന് ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ സിഗ്നലിനുണ്ടാകുന്ന ഇൻ്റർഫറൻസും കാര്യങ്ങളൊന്നും ഒരിക്കലും വയേർഡ് നെറ്റ്വർക്കിൽ ഉണ്ടാവില്ല. അതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു വയേർഡ് നെറ്റ്വർക്കാണ് ശരിക്കും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ സർവറുമായിട്ട് കണക്ട് ചെയ്യാൻ, PC കണക്ട് ചെയ്യാൻ, ഇൻ്റർനെറ്റ് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും വയേർഡ് നെറ്റ്വർക്ക് തന്നെയാണ്. ഫൈബർ കേബിളുകളൊക്കെ നമ്മൾ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വേണ്ടിയിട്ട് ഭൂമിക്കടിയിലൂടെ, കടലിൻ്റെ അടിയിലൂടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഫൈബർ കേബിളുകൾ ഇട്ട് പോയിട്ടുണ്ട് രാജ്യങ്ങളെല്ലാം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോഴും അതുകൊണ്ടൊക്കെയാണ്, ഈ ഒരു സിഗ്നലിൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ശരിക്കും ഇപ്പോഴും ഉപയോഗിക്കുന്നത്, വയേർഡ് നെറ്റ്വർക്ക് തന്നെ നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വയർലെസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വയർലെസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കേബിളിൻ്റെ ആവശ്യമില്ല, ഒരു ആക്സസ് പോയിന്റ് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. അത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പും അതേപോലെ നമ്മുടെ മോഡോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ മൊബൈൽ ഫോണുകൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ എപ്പോഴും നമുക്ക് വയർലെസ് തന്നെയാണ് നല്ലത്. കാരണം കേബിളും കാര്യങ്ങളും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കണക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വയർലെസ് നെറ്റ്വർക്കിനേക്കാൾ എപ്പോഴും നല്ലത് എന്താണ്? വയേർഡ് നെറ്റ്വർക്കാണ്. അതുകൊണ്ടാണ് സിസ്റ്റങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ ഇപ്പോഴും നമ്മൾ വയേർഡ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു, നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത രണ്ടാമത്തെ ഒരു ഡിവൈസിനെ കുറിച്ച്, രണ്ടാമത്തെ സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ നെറ്റ്വർക്കുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേബിളിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തീർന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഏത് ടൈപ്പ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.